ഇതുവരെ രാഹുലിനെതിരെ പരാതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 6 പരാതികൾ DGPക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ കോഗ്നൈസബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസെടുത്തതാണ് എന്ന് പറയാനാവില്ലല്ലോ. DGPയുടെ മുമ്പിൽ പരാതി ആരെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിക്ടിമാകണം. ഇവിടെ 3 പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം. അല്ലാതെ 6 പരാതികൾ ഇഷ്ടം പോലെ എന്നെപ്പറ്റിയോ ആരെപ്പറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അതിനൊരു കോഗ്നിസൻസ് എടുക്കാനില്ല. കാരണം പരാതി ലഭിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊരു നിയമ നടപടിയിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ആ നിയമ നടപടിയിലേക്ക് പോകണമെങ്കിൽ ആ പരാതിക്കാരന് അയാൾക്ക് നിയമനിഷേധം ഉണ്ടായിട്ടുണ്ട്, അയാളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാളെ അടിച്ചിട്ടുണ്ട്, അയാളെ മർദ്ദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാൾക്ക് മാത്രമേ പരാതി കൊടുക്കാനോ. അല്ലാതെ ഓരോരുത്തർ പരാതി, എൻ്റെ വീടിന് അയൽവക്കത്തുള്ള ഗോപാലിനെ അടിച്ചിട്ടുണ്ട്, അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗോപാലൻ തന്നെ പരാതി പറയണം. ഗോപാലിനെ അടിച്ചിട്ടുണ്ട് അയാളാണ് പറയേണ്ടത്, കണ്ടു നിൽക്കുന്നവരോ ദൂരെ നിൽക്കുന്നവരോ അല്ല. അപ്പോൾ അതുകൊണ്ട് പരാതി ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ ഒക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പരാതി ആരെങ്കിലും യഥാർത്ഥത്തിൽ അയാളിൽ നിന്ന് വേദനയോ മോശമായ പ്രകടനമോ മോശമായ ചിന്താഗതിയോ മെസ്സേജ് ആയാലും എന്തായാലും ശരി പറയാൻ ഒരാൾ വേണം. അല്ലാതെ ഒരു സംഭാഷണത്തിൽ അതും ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതെല്ലാം തെറി ഭാഷയിലുള്ള സംഭാഷണങ്ങളാണ്. അതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ ഒക്കില്ല. വ്യക്തിപരമായ ഒരാളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് ഒഫൻസായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ചീത്തയോ തെറിയോ പറഞ്ഞാൽ അതിന് കേസെടുക്കാം. അത് ആ വ്യക്തി തന്നെ പരാതിപ്പെടണം. അല്ലാതെ ദൂരെയുള്ളവർക്ക് ആർക്കും പരാതിപ്പെടാൻ കഴിയില്ല, കണ്ടു നിൽക്കുന്നവർക്ക് പരാതിപ്പെടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആ വേദന അനുഭവിച്ച അല്ലെങ്കിൽ ആ വിക്ടിമായ ആൾ മാത്രമേ പരാതി കൊടുത്താൽ നിൽക്കുകയുള്ളൂ. അല്ലാത്ത ഒരു പരാതികളും നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസില്ല, പരാതിയില്ല, അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊക്കെയാണ് കോൺഗ്രസുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. ഇനി മാങ്കൂട്ടത്തിലിന്റെ രാജിയിലേക്ക് എത്തുമോ കാര്യങ്ങൾ? ഒരാളുടെ പേരിൽ വെറുതെ ഒരു കേസെടുത്ത്, ഒരു ഒഫൻസ് ഇല്ലാത്തൊരു കേസെടുത്തെന്ന് പറഞ്ഞാൽ അതിന് ആരാണ് അതിനൊരു വെയിറ്റ് കൊടുക്കുന്നത്? അങ്ങനെ ഒരു കേസെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഉടനെ രാജിവെക്കുക, അതൊക്കെ വേറെ എൻ്റെ ഡിഫറൻറ്റ്. അതൊക്കെ വളരെ റബ്ബിഷായ കാര്യങ്ങളാണ്. ഒരാൾ പരാതി കൊടുത്ത ഉടനെ അങ്ങ് രാജിവെക്കാൻ പറ്റുമോ? അവിടെ തിരഞ്ഞെടുത്ത് ജനങ്ങളാണ് അയാളെ തിരഞ്ഞെടുത്തത്. അയാൾ അവിടെ പോട്ടെ, അവരോട് സംസാരിക്കട്ടെ. അവർ പറയാൻ താൻ ഒരുപക്ഷെ ആൾക്കാർ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ രാജിവെച്ചെന്ന് വരും. അല്ലാതെ അന്തരീക്ഷത്തിൽ ഇരുന്ന് കാണുന്നവരും വിളിച്ചവരൊക്കെ ഇയാൾ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും ബലപ്പെടുത്തില്ല. അത് നിയമപരമായതിന് യാതൊരു വാലിഡിറ്റി ഇല്ല, വിലയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഉടൻ കടക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം അവരുടെ 3 പെൺകുട്ടികളുടെ മൊഴി അവർ രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഒഫൻസായിട്ട് ഇയാളെ കുറ്റപ്പെടുത്തി അവർ പറയുന്നുണ്ടെങ്കിൽ പോലീസിന് നടപടിയെടുക്കാം. പക്ഷേ ക്രൈംബ്രാഞ്ചിന് എടുക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് വീണ്ടും സംശയമാണ്. അത് ലോക്കൽ പോലീസിൽ പറയട്ടെ, എന്നിട്ട് ക്രൈംബ്രാഞ്ച് അത് ടേക്ക് ഓവർ ചെയ്യട്ടെ, അപ്പോൾ നടപടിയെടുക്കാം. സാർ, ചാറ്റുകളും മറ്റുമായി ഒരുപാട് ഡിജിറ്റൽ എവിഡൻസുകൾ ഉണ്ടല്ലോ ഈ കേസ്. ഇതിനിടെ തന്നെ നിരവധി തെളിവുകൾ അത്തരത്തിൽ പുറത്തു വന്നതുമാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ രാഹുലിന് തിരിച്ചടിയാകില്ലേ? അതെനിക്ക് തോന്നുന്നില്ല. ഒരു പബ്ലിക് ഇൻട്രസ്റ്റിലെ ഗവൺമെൻറ്റിന് അത് ഹാനികരമാണ് എന്ന് 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഗവൺമെൻറ് എന്താ കാര്യം ഇരിക്കുന്നത്? അത് ഹാനികരമാണ് ഗവൺമെൻറ് എന്ന് തോന്നിയാൽ അതിന് വേറെ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് എടുക്കാം കേസ്. അത് അവിടെയാണ് ഹാനികരം ആർക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ച് കേസെടുക്കാൻ ആ പോലീസ് ഓഫീസർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ക്രൈംബ്രാഞ്ചിലുള്ളവർക്കൊന്നും അതിനെ സംബന്ധിച്ച് യാതൊരു കേസും എടുക്കാൻ അധികാരമില്ല, അത് ഒട്ടും സാധിക്കത്തുമില്ല. സർ, ഈ കേസിനൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ കാർഡ് ഉണ്ടാക്കി എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ശരിക്കും ഇങ്ങനെ കേസുകൾ കൊണ്ട് രാഹുൽ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യുമോ? രാഹുൽ കുരുക്കിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ വന്നിരിക്കുന്ന ചാനലിൽ കൂടെയും മറ്റേതും വന്നിരിക്കുന്ന പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിനകത്തൊരു ഒഫൻസ് ഉണ്ടെന്ന് ഒരു വിക്ടിം പറയുന്നുമില്ല. പിന്നെ എന്തെങ്കിലും നടപടി എടുക്കാൻ നോക്കും? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേസ് എടുക്കാനോ ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കാനോ അങ്ങനത്തെ ഒരു നടപടിക്രമത്തിലൂടെയൊന്നും പോകരുത് എന്ന്. കാരണം ആക്ഷേപങ്ങൾ രാഷ്ട്രീയക്കാർക്കെതിരായിട്ട് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആ പാർട്ടി തീരുമാനിക്കും രാജിവെക്കണമെന്ന്. അതനുസരിച്ച് വഴങ്ങണമെന്ന് നിർബന്ധമില്ല.
അതുപോലെ ക്രൈംബ്രാഞ്ചിൽ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് യൂത്ത് വോട്ട് റെക്കോർഡൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അതൊരു ക്രിമിനൽ ഓഫൻസ് വ്യക്തികളുടെ ഓഫൻസിലോട്ട് വരുന്നതല്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ഒരു വടംവലിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള കേസുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ ഭാരവാഹിത്വമുള്ള ഒരാൾ തൻ്റെ കൂടെ നിൽക്കുന്ന ആൾ തനിക്കെതിരായിട്ട് ഒരു ചീറ്റിങ് ഫ്രോഡൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കംപ്ലൈനൻ്റ് വേണം, പരാതിക്കാരൻ വേണം. ആ പരാതിക്കാരൻ്റെ അയാൾക്ക് ആ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് അംഗത്വം വേണം. എങ്കിൽ മാത്രമേ അവിടെ ഗുണം. വെളിയിലുള്ള ഒരാൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഫാബ്രിക്കേറ്റ് ചെയ്ത് റെക്കോർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. രാഹുലിനെതിരായ കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറായിരിക്കും അന്വേഷിക്കുക എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാഹുലിൽ നിന്നും പീഡനവും മറ്റ് അധിക്ഷേപങ്ങളും ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പരാതിക്കാരിൽ നിന്നും ശേഖരിക്കും. അതിനുശേഷം വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ സമീപിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കമെന്നാണ് വാർത്തകൾ വരുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലാകാനുള്ള സാധ്യതയുണ്ടോ? നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടം നല്ല വിദഗ്ധരോട് സമീപിച്ചാൽ ഇതൊന്നും നിൽക്കില്ല. കാരണം ക്രൈംബ്രാഞ്ചിന് അതിന് അധികാരമില്ല. നമുക്കറിയാമല്ലോ, സിനിമാ താരങ്ങളുടെ കേസിനകത്ത് പല 10-38 പേരുടെ കേസ് അവരെ നടന്മാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കേസെല്ലാം റെഫർ ചെയ്ത് കളയേണ്ടി വന്നു. ഇവിടെ ആ ഒരു കേസ് സോമോട്ടായിട്ട് എടുത്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എടുത്തിട്ട് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നടത്തി ഇരിക്കാൻ സാധ്യതയുള്ള ഒരു പരാതിക്കാരികളുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തുന്ന ഒരു തന്ത്രമാണ്. ഇതൊക്കെ വളഞ്ഞ വഴിയേ ഉള്ളൂ. ഇതൊരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെന്നുണ്ടെങ്കിൽ BNS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല, അല്ലെങ്കിൽ BNSS അനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ല എന്ന് എനിക്ക് പറയേണ്ടുള്ളൂ. അത് വളഞ്ഞ വഴിയാണ്. അതിന് പോലീസിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനും പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അധികാരമില്ലാത്ത ഒരാൾ അധികാരം ഉണ്ട് എന്ന് പറഞ്ഞെടുക്കുന്ന നടപടികൾ നിയമവിരുദ്ധം, ഇല്ലീഗലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഇതിൽ പരാതിയില്ല എന്നാണ്. ഇപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം കാരണമാണ് പരാതി നൽകാൻ തയ്യാറാകാത്തത് എന്നാണ് പലരും പൊതുവെ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് പരാതി നൽകുന്ന പെൺകുട്ടികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ പേർ പരാതി നൽകാൻ സാധ്യതയില്ലേ? ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാധ്യതയില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പോലീസ് തീർച്ചയായിട്ടും അങ്ങനെ പരാതിപ്പെടാൻ ഭയപ്പെടുന്നവർക്ക് സംരക്ഷണം കൊടുത്തു തന്നെയാണ് അവരെ മൊഴി വാങ്ങിച്ച് കേസെടുക്കുന്നത്. അതേസമയത്ത് കോടതിയിലെ സാക്ഷി പറഞ്ഞവർക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഭീഷണി, ഒരു കൊലക്കേസിനകത്ത് ഇവിടെ സാക്ഷി പറഞ്ഞ ഒരാൾ, ഒരു പാവപ്പെട്ട ഒരാൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ അയക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് പ്രൊട്ടക്ഷൻ മാറിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലുമെന്നാണ് അയാൾ കരുതുന്നത്. അതേ കഴക്കൂട്ടത്ത് ഇപ്പോഴും ആ ആൾ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ 2 പോലീസുകാർ തോക്കുമായിട്ട് അവരയാളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ നമുക്ക് എത്ര പേർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒക്കും എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് സംശയം ഉണർത്തുന്ന കാര്യങ്ങൾ. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കത്തില്ല. വളരെയധികം ആൾക്കാർ ഇത് സഫർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ധൈര്യസമേതം ആരെങ്കിലും മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കട്ടെ, നല്ല കാര്യം, അങ്ങനെ കൊടുക്കണം. അതാണ് പോലീസിൻ്റെ അധികാരം. അതേസമയത്ത് ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള സ്ഥലത്ത് തന്നെ അവരുടെ മൊഴി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന് പുറമെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ കൊല്ലാൻ വേണ്ട സമയത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ക്രിമിനൽ മനോഭാവത്തിന്റെ സൂചനയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇങ്ങനെ നോക്കുമ്പോൾ സർക്കാർ രാഹുലിനെ പൂട്ടാൻ തന്നെയുള്ള നീക്കത്തിലാണോ? ഇല്ല, അത് നിയമോപദേശം ലഭിച്ചതിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിമിനൽ മൈൻഡുള്ള ആൾ ധാരാളം പേരുണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് ക്രിമിനൽ മൈൻഡുണ്ട്. എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ക്രിമിനൽ മൈൻഡ് അയാൾ പ്രവർത്തിച്ച് കാണിച്ചെങ്കിലല്ലേ അയാളെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാൻ കഴിയുള്ളൂ. ഒരാളുടെ മനസ്സിൽ പല ക്രിമിനൽ ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കുന്നതൊന്നും പോലീസിനൊന്നും ഒന്നും ചെയ്യാനൊക്കില്ല, അതിന് നടപടി എടുക്കാനും കഴിയില്ല. ഏതായാലും ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു കിടക്കുന്ന 3 പരാതികളുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, അയാൾ ആവന്തിക എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞത് മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല, ഞാനും അയാളുമായിട്ട് നല്ല സൗഹൃദമാണ്. അത് ആ മെസ്സേജുകൾ നമ്മൾ കണ്ടു, വോയിസ് മെസ്സേജ്.
പിന്നെ ഒരു കുട്ടി റിനി എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി പറയണത് ഞാനും അയാളുമായിട്ടുള്ള സൗഹൃദം ഉണ്ടെന്നല്ലാതെ എനിക്ക് അത് ഇയാളുമായിട്ടാണ് ആ സൗഹൃദം എന്ന് പറയുന്നത്. ചില ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ റിനി ഇതുവരെ രാഹുലിൻ്റെ പേരെടുത്ത് ഒരു പരാതിയോ ഒരു ആക്ഷേപമോ പറഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പോൾ രണ്ടുപേരുടെ കാര്യത്തിൽ നിയമപരമായിട്ടൊന്നും നിലനിൽക്കത്തില്ല. പിന്നെ ഗർഭമുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീയും അവകാശപ്പെട്ടിട്ടില്ല, ഒരു സ്ത്രീയും രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാവോ ഇല്ലയോ എന്നുള്ള കാര്യവും പലർക്കും അജ്ഞാതമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.